ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോയുടെ ഒരു ഫരിസേയൻ്റെ ക്ഷണമനുസരിച്ച് അവിടുന്ന് ഭക്ഷണത്തിനായിട്ട് കടന്നു ചെല്ലുന്നു. പാപികളെ സ്നേഹിക്കുന്ന, പാപികളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരാടിൻ്റെ ഉപമയിലൂടെയും 10 നാണയങ്ങളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് കണ്ടെത്തുന്നതുവരെയും വ്യഗ്രചിത്തയാകുന്ന ഒരു ഗൃഹനാഥയെയും കുറിച്ചും 100 ആടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെക്കുറിച്ച് വ്യഗ്രതയോടെ അന്വേഷിച്ചു പോകുന്ന ഇടയനെക്കുറിച്ചും നമ്മൾ കേൾക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സന്ദേശത്തിൻ്റെ പ്രമേയം എന്താണ്? ദൈവം എല്ലാവരുടെയും മുമ്പിൽ താൻ സൃഷ്ടിച്ച എല്ലാ ആത്മാക്കളും തൻ്റെ സ്വന്തമാണെന്നുള്ള ദൈവത്തിൻ്റെ വലിയൊരു അവകാശവും ആത്മാക്കളുടെ മേലുള്ള ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യവുമാണത്. ആരൊക്കെ ദൈവത്തിന് വേർപെട്ടു പോയാലും ദൈവം അവരെ തേടിപ്പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തും. കാരണം ഒരാത്മാവും നശിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. ആകയാൽ ദൈവം നമ്മുടെ എവരുടെയും രക്ഷയാണ്. നമ്മൾ ഈ നവംബർ മാസം ആരംഭത്തിൽ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിച്ചപ്പോൾ എല്ലാ വിശുദ്ധരും ദൈവേഷ്ടം മനസ്സിലാക്കി ജീവിച്ച് ദൈവത്തോടൊത്ത് ജീവിക്കാനും അങ്ങനെ അവിടുത്തെ നിത്യസഹവാസത്തിൽ ആനന്ദം കണ്ടെത്തുവാനും പരിശ്രമിച്ചവരാണ്. അപ്പം നമ്മളിപ്രകാരം വിശുദ്ധരുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ അന്യായമായിട്ടുള്ള നീതിരഹിതമായ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവിടെ നിന്നാകുന്ന രക്ഷയിലേക്ക് നമുക്ക് തിരികെ വന്നുകൊണ്ട് വിശുദ്ധ കുർബാന വഴി അവിടെ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.